ഹായ് ഹലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്രിയോൾ സ്റ്റൈലിൽ ഒരു ഗ്രിൽഡ് ഫിഷിന്റെ റെസിപ്പി ആയിട്ടാട്ടോ. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ. രണ്ടൂന്ന് സ്ഥലത്ത് കയറിയേ അവിടെ ഞാൻ ഉദ്ദേശിച്ച കൊടോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷ് ഇല്ല കേട്ടോ. പിന്നെ ഒരു സ്ഥലം കൂടി ബാക്കിയുണ്ട്. അവിടെ കൂടി പോയിട്ടില്ലെങ്കിൽ അവിടെ ഉള്ള ഒരു മീനും കൊണ്ട് നമുക്ക് പോരാം. ക്രിയോൾ സ്റ്റൈലിൽ ഇവർ രണ്ട് ടൈപ്പ് ചെയ്യും കേട്ടോ. ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ഗ്രിൽ ഫിഷും ചെയ്യും, സോസോട് കൂടിയിട്ടുള്ള ഗ്രിൽ ഫിഷും ചെയ്യും. അപ്പൊ ഞാൻ ഇന്ന് ഡ്രൈ ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ കൊടോയിനുള്ള മീനും ആണ് നല്ലത്. പിന്നെ മാക്രിലില്ല, അതൊക്കെ ആട്ടോ നല്ലത്. അത് ഞാൻ പിന്നെ കൊടോയിൻ തന്നെ നോക്കി നടക്കുന്നത്. നമ്മളിതിലുണ്ടല്ല കാന്താരി മുളകും പിന്നെ നമ്മുടെ ഇരുമ്പുളി ഉണ്ടല്ല, ഇരുമ്പുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളി എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പുളി എന്നാട്ടോ പറയണത്. അതൊക്കെ ചേർക്കണ്ട കേട്ടോ, ഒരു ഇന്ത്യൻ സ്റ്റൈല്. അതെന്താന്ന് വെച്ചാൽ ഈ നാട്ടിൽ ആദ്യം വന്നത് ഫ്രഞ്ചുകാരാന്ന് പറഞ്ഞില്ല. അവരാണല്ലോ സെറ്റിലേഴ്സ്, ഫസ്റ്റ് സെറ്റിലേഴ്സ് ഫ്രഞ്ചുകാരാണ്. അവർ പിന്നെ അടിമകളെ കൊണ്ടുവന്ന് പിന്നെ കച്ചവടം ചെയ്യാൻ വന്ന ആൾക്കാരെല്ലാം വന്ന് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലുള്ള ആൾക്കാർ കൂടി ചേർന്നിട്ടാണല്ലോ ഈ രാജ്യം രൂപീകരിച്ചത്. അപ്പോൾ ഇവിടുത്തെ ക്യുസിനും അങ്ങനെയാ, 5 രാജ്യങ്ങളുടെയും കൂടിയുള്ള സംഭാവന ഉണ്ട് ഇവിടുത്തെ ക്യുസിനിൽ. അത് ഫ്രഞ്ച് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ചൈന ഉണ്ട്, മഡഗാസ്കർ ഉണ്ട്, ആഫ്രിക്ക, അങ്ങനെ 5 രാജ്യം കൂടി ചേർന്നിട്ടുള്ള കേട്ടോ. അപ്പൊ ഈ ചൈനക്കാരുടെ ഉണ്ട്, ഇന്ത്യൻസിന്റെ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാട്ടെ എങ്ങനെയാന്ന്. ഇതുണ്ട്, നല്ല രസമല്ലേ. ഞാൻ പോകുന്ന വഴിക്ക് ഇത് കണ്ടിട്ട് തിരിച്ചു വന്ന് വീഡിയോ എടുത്താണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കൊടോയിൻ പറഞ്ഞിട്ടുള്ള മീനാണ് നോക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ കൊടോയിനുള്ള മീന്. കാണാനൊരു ലുക്കില്ലെങ്കിലും ആള് സൂപ്പറാട്ടോ, അടിപൊളി ടേസ്റ്റ് ആണേ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കുമായിരുന്നു. ഭയങ്കര എന്താ പറയാ, ആ മീൻ വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാമേ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള്, കൊടോയൻ. ഇത് നമ്മുടെ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. കാന്താരി മുളക് വേണം കേട്ടോ, പച്ചക്കാന്താരിയാണ് വേണ്ടത്. എൻ്റെ ഇപ്പം ഇത് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതെടുത്ത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, നാരങ്ങ. പിന്നെ ഞാൻ ഇരുമ്പുളിക്ക് പകരം മാങ്ങയാട്ടോ എടുത്തത്. എനിക്ക് ഇരുമ്പുളി കിട്ടിയില്ല ഒരുപാട് എടുത്ത് കയറിയിട്ട്. പിന്നെ വേണ്ടത് തൈമോ അല്ലെങ്കിൽ പാസ്ലി അല്ലെങ്കിൽ കോറിയാൻഡറോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും വന്ന്. ഞാൻ കോറിയാൻഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതൊരു ഓപ്ഷണലാണ്, അരോമാറ്റിന്റെ സീസണിങ് പൗഡർ, അത് ഓപ്ഷണലാ. പിന്നെ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് തൈമാണ്. പിന്നെ വേണ്ടത് സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിൽ മാങ്ങയാണ് ചേർക്കുന്നത്, പക്ഷെ ചെമ്മീപ്പുളി ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ആ രണ്ടും പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നതെങ്കിലും, ആ ഒരു പുളിപ്പ് വേണ്ടിയിട്ടാണ് ചേർക്കുന്നതെങ്കിലും ആ ചെമ്മീപ്പുളിയുടെ ടേസ്റ്റ് ആട്ടോ കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മീൻ മാറ്റിയിട്ടേ 2 സൈഡും നാരങ്ങ നീരും ഉപ്പും കുരുമുളക് കൂടി നല്ലോണം തേച്ച് പിടിപ്പിക്കണേ. എല്ലാ വിടവിലെല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണേ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. നമ്മൾ എടുക്കുന്ന മീനിന്റെ അളവനുസരിച്ചിട്ടാട്ടോ നമ്മൾ ഓരോന്നും ചേർക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്ത മീൻ അനുസരിച്ചിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ഫുൾ പോട് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, ഒരു വലിയ പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട്, ഒരു ഫുൾ സവാള എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല കുനുകുനാന്ന് അരിയോ അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ട് മാറ്റി വെക്കുക. തോല് കളഞ്ഞിട്ട് ഞാൻ ഒരു ഹാഫ് മാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആട്ടോ ചേർക്കണ്ടേ. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ചില്ലി ആഡ് ചെയ്യുന്ന ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർക്കുക. എന്നിട്ട് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചില്ലി സോസും ചേർക്കുക. അരോമാറ്റിന്റെ സീസണിങ് പൗഡർ ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞല്ലോ, ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. 1/2 സ്പൂൺ തൈം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫ്രഷ് തൈം കിട്ടുവാണെങ്കിൽ അതാട്ടോ കൂടുതൽ നല്ലത്. കോറിയാൻഡർ അല്ലെങ്കിൽ പാർസ്ലി ഏതെങ്കിലും ഒന്ന് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ കോറിയാൻഡർ ആണ് ചേർക്കുന്നത്. കാന്താരി കൃഷി ചെയ്തിട്ടുള്ള കാന്താരി ആഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഞാനൊരു 10-15 കാന്താരി എടുത്തിട്ട് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ പറഞ്ഞല്ലേ ക്രഷ്ഡ് ചില്ലിയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചില്ലിയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ലെമണിന്റെ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഈ സോസ് എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓർക്കണം, നമ്മൾ ഓൾറെഡി മീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പ് അതിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മീനിലോട്ട് തേച്ച് പുരട്ടാം. 2 സൈഡിൽ നമുക്ക് ഈ മസാല നല്ലതായിട്ട് പറ്റിയിട്ടേ ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ.
ഞാനിത് അവനിലാട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു 200 ഡിഗ്രിയിൽ ഒരു ഹാഫ് ആൻ അവർ വേവിക്കുക, രണ്ട് സൈഡിലും മറിച്ചും തിരിച്ചു വിട്ടിട്ട് വേവിക്കും. അതിനുശേഷം ഇതിൽ നിന്ന് മീനിൽ നിന്ന് എന്തെങ്കിലും വെള്ളം ഇറങ്ങും. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് ഗ്രില്ല് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ വെക്കും. അപ്പൊ ആ വെള്ളം എല്ലാം വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ കനലിൽ വെച്ചിട്ട് മുകളിൽ ചുട്ടെടുക്കത്തില്ലേ, അതാട്ടോ അടിപൊളി. അല്ല എങ്കിൽ ഇലക്ട്രിക്കൽ ഓപ്പൺ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഗ്രില്ല് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചാർക്കോൾ വെച്ചിട്ടുള്ളൂ, അതിൽ രണ്ടിൽ ഏതാണെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. വെള്ളം എല്ലാം പറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ വെളിയിൽ പോയി സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സാധനം കിട്ടും കേട്ടോ, അടിപൊളിയാണ്. ഈ ഗ്രിൽഡ് ഫിഷും നമ്മുടെ കപ്പ ഇവിടെ ഉണ്ട് കേട്ടോ. കപ്പയും നമ്മുടെ എന്താ പറയാ, നമ്മുടെ പോലെ തന്നെ ഇവര് പച്ചമുളക് വെച്ചിട്ട് അരച്ച് ചമ്മന്തി ഉണ്ടാക്കും, അതും കൂടി ചേർത്തിട്ട് തരുവേ. ഈ സെയിം ഫിഷാണ് ഇത് കിട്ടുന്നത് ഭൂരിഭാഗവും. ഇതും കപ്പയും ആ ചമ്മന്തിയും കൂടി കഴിക്കാൻ എൻ്റെ അമ്മോ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കട്ടൻ ഞങ്ങളുടെ വീക്ക്നെസ് ആണ്. അപ്പോൾ ശരി, ഞങ്ങൾ കഴിക്കാൻ പോവാണേ. നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യണേ. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയേ. ഇവിടുത്തെ ട്രഡീഷണൽ റെസിപ്പിയിലെ ഇരുമ്പും പുളിയും പാസ്ലിയുമാണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത്. നമ്മൾ അതിന് പകരം കിട്ടാത്തതുകൊണ്ട് മാങ്ങയും പിന്നെ കോറിയാൻഡറും ആട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ശരി എന്നാ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ.